സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജോലിയൊക്കെ കഴിഞ്ഞ് നന്ദൻ ദേവിയെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ ഭാർഗവിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെയാണെങ്കിൽ തങ്ങളെ കാത്ത് ഒരു ഗസ്റ്റ് ഇരിക്കുന്നത് കണ്ടിട്ട് നന്ദന് ഭയങ്കര സന്തോഷമാകുന്നു. ഗസ്റ്റ് മറ്റാരുമല്ല, നമ്മുടെ കാട്ടൂരാൻ വക്കീൽ തന്നെയാണ്. ചന്ദ്രോത്ത് വീട് തിരികെ സിദ്ധാർത്ഥനും പ്രഭാവതിക്കും കൊടുക്കാനുള്ള വിധി വന്നിരിക്കുന്നു. അതിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ആ പേപ്പറും കൊണ്ടാണ് കാട്ടൂരാൻ വക്കീൽ വന്നിരിക്കുന്നത്. ഇത് സിദ്ധാർത്ഥൻ്റെ കയ്യിലോ നന്ദൻ്റെയോ ദേവികയുടെ കയ്യിലൊന്നും കൊടുക്കില്ല. പ്രഭാവതി മേഡത്തിൻ്റെ കയ്യിൽ മാത്രമേ കൊടുക്കൂ. കാരണം സാറിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം മേഡം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുമ്പം കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഓർത്ത് പ്രഭാവതി വിഷമിക്കുന്നു. സിദ്ധാർത്ഥൻ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാട്ടൂരാൻ വക്കീലിനോട് ഭാർഗവി ചോദിക്കുന്നത്, സാറിനൊരു ചായ എടുക്കട്ടെ? അല്ലത് എന്തൊരു വർത്താനാ പറയുന്നത്, ഈ സമയത്താണോ ചായ എടുക്കുന്നത്? ഈ സമയം ഫുഡ് കഴിക്കുന്ന സമയമല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എങ്കിൽ വാ സാറേ, ഞാൻ ഫുഡ് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ എനിക്കിപ്പം തൽക്കാലം വേണ്ട എന്നൊക്കെ പറഞ്ഞ് തമാശ മട്ടി ഓരോന്നും പറഞ്ഞ് കാട്ടൂരാൻ വക്കീൽ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അങ്ങ് പോകുന്നു. അതേസമയം നന്ദൻ ഈ കാര്യങ്ങളെല്ലാം ഗിരീഷ് മാഷിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഇതുപോലെ ചന്ദ്രോത്ത് വീട് തങ്ങൾക്ക് കിട്ടാനുള്ള പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു. അതിൻ്റെ പേപ്പർ കാട്ടൂരാൻ വക്കീൽ ഇപ്പോൾ കൊണ്ടു തന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ ഒരു ദൈവദൂതനെ പോലെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും മംഗളമാക്കി ചെയ്തു തന്നു മാത്രമല്ല, അതിൻ്റെ പിന്നാമ്പുറത്തുള്ള എല്ലാ പ്രൊസീജിയറും നമ്മളെ ഇടപെടുത്താതെ തനിയെ ചെയ്തു തന്നു. അന്നേരം നന്ദനും പറയുന്നുണ്ട്, ശരിക്കും കാട്ടൂരാൻ വക്കീൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നില്ലെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ ഇപ്പം എന്താകുമെന്ന് പോലും ചിന്തിക്കാനാകുന്നില്ല. അമ്മയുടെ മുഖത്ത് കുറേ നാൾക്ക് ശേഷം സന്തോഷം തെളിഞ്ഞു വന്നത് അച്ഛനെ ജയിലിൽ നിന്ന് കുറ്റവിമുക്തനായി കൊണ്ടുവന്നപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതേസമയം കോള് കട്ട് ചെയ്യുന്ന ഗിരീഷ് മാഷിനോട് രജനി ചോദിക്കുന്നു, ആരാ ഗിരീഷ് ഏട്ടാ വിളിച്ചത്? നന്ദനാണോ? പിന്നല്ലാതെ ആരാ? ചന്ദ്രോത്ത് തറവാട് തിരികെ പ്രഭാവതി മേഡത്തിനും സിദ്ധാർത്ഥൻ സാറിനും കിട്ടാനുള്ള വിധി ആയിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ കാട്ടൂരാൻ വക്കീൽ നേരിട്ട് വന്ന് പ്രഭാവതി മേഡത്തിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് രജനിക്ക് സന്തോഷം സഹിക്കാനാകുന്നില്ല. രജനി പറയുന്നു, എന്തായാലും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പ്രാർത്ഥന ഈശ്വരന്മാർ കേട്ടു. ഗിരീഷ് മാഷ് പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനുള്ള ദിവസമാണ് നാളെ. രജനി ചോദിക്കുന്നു, നമുക്കെല്ലാവർക്കും കൂടി നാളെ അങ്ങോട്ടേക്ക് പോകണ്ടേ, ചന്ദ്രോത്ത് തറവാട്ടിലേക്ക്? എത്ര നാളായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. കേസും നൂലാമലയും ആയതിനു ശേഷം അങ്ങോട്ട് പോകുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് ആ വഴിക്കേ പോകാറില്ലായിരുന്നു. അന്നേരം ഗിരീഷ് മാഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതിനെന്താ മോളെ, നമുക്ക് എല്ലാവർക്കും കൂടി നാളെ ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഗിരീഷ് മാഷും രജനിയും അമ്മയും കൂടി വീട്ടിലേക്ക് പോകുന്നു. അതേസമയം നേരത്തെ തന്നെ പ്രഭാവതി മേഡവും സിദ്ധാർത്ഥൻ സാറും നന്ദനും ദേവികയും കൂടി ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് വന്ന് ഗേറ്റൊക്കെ തുറക്കുമ്പം ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അതായത് ഒരു ജോലിക്കാരൻ അവിടുത്തെ പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. കുറേ നാളുകൊണ്ട് ആൾതാമസമില്ലാതെ കിടന്നിരുന്ന വീടായതുകൊണ്ട് ചപ്പ് ചവറും പോച്ചയൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടന്നിരുന്നു. അത് ക്ലീൻ ചെയ്യുന്നു. ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് അവരെല്ലാം ഞെട്ടുന്നു. അപ്പം നന്ദനോട് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറ്, നീ പറഞ്ഞിട്ടാണോ ഇയാൾ വന്ന് ഇവിടെ വൃത്തിയാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കരുതി ഇനി അമ്മയെങ്ങാനും ആരെങ്കിലും അറേഞ്ച് ചെയ്ത് വിട്ടതാണോ എന്ന് പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു, ഞാൻ ആരെയും പറഞ്ഞു വിട്ടിരുന്നില്ല. തൽക്കാലം വീട് വന്നൊന്ന് കണ്ടതിന് ശേഷം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാനാണ് കരുതിയെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, തന്നോട് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്? അത് സാറ് പറഞ്ഞിട്ടാണെന്ന് അയാൾ മറുപടി പറയുന്നു. ഏത് സാറാണെന്ന് ചോദിക്കുമ്പം അതൊരു സസ്പെൻസ് ആയിട്ട് കാണിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിക്കവാറും ത്യാഗരാജനോ അല്ലെങ്കിൽ കാട്ടൂരാൻ വക്കീലോ പറഞ്ഞിട്ടാകാം അവിടെ ക്ലീൻ ചെയ്യുന്നത്. കാട്ടൂരാൻ വക്കീൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല. പക്ഷെ ത്യാഗരാജനാകാനും ചാൻസ് ഉണ്ട്. സിദ്ധാർത്ഥൻ സാറിൻ്റെയും പ്രഭാവതി മേഡത്തിൻ്റെയൊക്കെ ആ ഒരു സ്നേഹവും വിശ്വാസമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കാട്ടൂരാൻ വക്കീലാകാനും ചാൻസ് ഉണ്ട്. വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. അന്നേരം അതിൻ്റെ പേരിൽ പറഞ്ഞാണോ എന്നറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും കാട്ടൂരാൻ വക്കീലും പ്രഭാവതി മേഡത്തെയും സിദ്ധാർത്ഥൻ സാറിനെയും സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്തും കണ്ടറിഞ്ഞ് ചെയ്യാൻ മനസ്സുള്ള ആൾ തന്നെയാണ്. അതോ ഇനി ഗൾഫിൽ നിന്ന് മുരളിയും വിളിച്ചു പറഞ്ഞിട്ടാണോ എന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.